വെറും വാമൊഴിയായി പിറന്നു വീണ ഈ ഖുർആൻ ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ തിരുത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എഴുത്തായിരുന്നെങ്കിൽ, എഴുതിയായിരുന്നു ഉണ്ടായതെങ്കിൽ നമുക്ക് തിരുത്താം. എന്നാൽ സംസാരമോ? അങ്ങനെ ഉണ്ടായ ഈ ഖുർആൻ ഇന്നിപ്പോൾ ഒരു ഇന്റർനെറ്റ് ഡാറ്റാബേസിലായി. ഇന്നിപ്പോ സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ഖുർആനിലെ വാക്കുകളുടെ എണ്ണം നോക്കുമ്പോൾ കിട്ടുന്ന അത്ഭുതങ്ങളുടെ കുറച്ച് ഉദാഹരണമാണ് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഖുർആനും പദങ്ങളുടെ ആവർത്തനവും അത്ഭുതവും. ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇഹലോകം എന്ന പദം അഥവാ ദുനിയ ഖുർആനിൽ 115 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ 115 തവണയാണ് ആഹിറ അഥവാ പരലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഹലോകം 115 തവണ, പരലോകം 115 തവണ. അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഇത് അറിയുമായിരുന്നു? ഒരിക്കലുമില്ല. മറ്റുദാഹരണങ്ങൾ നോക്കാം. മാലാഖമാർ, മലായിക്ക എന്ന വാക്ക് 88 തവണ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശൈത്താൻ അഥവാ പിശാചുക്കൾ എന്ന വാക്ക് അതേ 88 തവണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആലോചിച്ചു നോക്കൂ. ഹയാത്ത് അഥവാ ജീവിതം, മൗത്ത് അഥവാ മരണം രണ്ടും 145 തവണ ഉപയോഗിച്ചിരിക്കുന്നു. അസ്വാലിഹാത്ത് സൽക്കർമ്മം 167 തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അസ്സയ്യാത്ത് ദുഷ്പ്രവൃത്തി 167. ഈമാൻ വിശ്വാസം, കുഫർ അവിശ്വാസം രണ്ടും 17 തവണ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മളേവരും കൊതിക്കുന്ന സ്വർഗം ജന്ന, നമ്മളേവരും പേടിക്കുന്ന നരകം ജഹന്നം രണ്ടും 77 തവണ ഉപയോഗിച്ചിരിക്കുന്നു. റജുൽ അഥവാ പുരുഷൻ 23 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത 23 തവണ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഇമ്രാത്ത്, സ്ത്രീ തന്നെ. ഈ 23ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡിയാണ്. സുബ്ഹാനല്ലാഹ്. കുൽ പറയുക 332 തവണ. കാലു അവർ പറഞ്ഞു 332 തവണ. ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മമാണല്ലോ 5 നേരത്തെ നിസ്കാരം. ഖുർആനിൽ നിസ്കാരം അഥവാ സലാത്ത് എന്ന പദം 5 തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 23 കൊല്ലക്കാലം വാമൊഴിയിൽ അവതരിപ്പിച്ച ഖുർആനിൽ മാസം എന്ന അർത്ഥം വരുന്ന ഷഹർ എന്ന പദം 12 തവണയെ ഉപയോഗിച്ചിട്ടുള്ളൂ. ദിവസം എന്ന അർത്ഥം വരുന്ന യൗം 365 തവണ ഉപയോഗിച്ചിരിക്കുന്നു. ഈ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനിയും ഒരുപാട് ഉണ്ട്. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളും എണ്ണി നോക്കുക. ഇപ്പോൾ ഇന്റർനെറ്റിൽ ഒരുപാട് സോഫ്റ്റ്വെയർ ലഭ്യമാണ്. സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ദിവസം എന്ന അർത്ഥം വരുന്ന യൗം എന്ന പദം സെർച്ച് ചെയ്യുമ്പോൾ അന്നേ സമയം എന്ന അർത്ഥം വരുന്ന യൗമാദിൻ എന്ന പദവും വരാൻ സാധ്യതയുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ. ഉദാഹരണത്തിന് ഒരു ഡോക്യുമെന്റിൽ മാൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ റോമൻ എന്ന റിസൾട്ട് വരുന്നത് പോലെ. അതിനാൽ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സെർച്ച് ചെയ്യുക. ഏതായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ? ഓർക്കുക, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരക്ഷരനായിരുന്നു. എന്നിട്ടും ഈ ഗ്രന്ഥം ഇത്രയും ചിട്ടവട്ടപ്പെടുത്തിയെങ്കിൽ അതിനു പിന്നിൽ അള്ളാഹു എന്ന ഒരു വലിയ ശക്തിയില്ലേ? ചിന്തിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.